ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ച ചോദ്യമാണ്. എന്താണ് എന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് യൂട്യൂബിലേക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് കഴിയുക എന്ന്, അല്ലെങ്കിൽ എങ്ങനെയാണ് യൂട്യൂബിലേക്ക് നമ്മുടെ സ്വന്തം പേരിൽ യൂട്യൂബിൽ നമുക്ക് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക എന്ന് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് ഒരു വീഡിയോ നമുക്ക് അതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായി ആദ്യമായി നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തതിന് ശേഷം യൂട്യൂബ് സൈൻ ഇൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി സൈൻ ഇൻ ഓപ്ഷൻ കൊടുക്കുക. ഇപ്പോൾ ഏത് അക്കൗണ്ടിലാണോ നിങ്ങൾ സൈൻ ഇൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഒരുപാട് അക്കൗണ്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാം. ഞാനിപ്പോൾ ഈ അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു, പാസ്വേഡ് കൊടുക്കുന്നു. ഇപ്പോൾ യൂട്യൂബ് സൈൻ ഇൻ ചെയ്തിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി വെച്ച് യൂട്യൂബ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെ ചാനൽ ക്രിയേറ്റ് ചെയ്യുക എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായി ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാം, ഞാനിപ്പോൾ ലോഗിൻ ചെയ്ത അക്കൗണ്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. യൂട്യൂബ് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ യൂട്യൂബ് സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. യൂട്യൂബ് സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത സമയത്ത് ഇതുപോലൊരു പുതിയൊരു പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഓവർവ്യൂ എന്ന അക്കൗണ്ട് സെറ്റിംഗ്സിലെ ഓവർവ്യൂ എന്ന ഭാഗമാണ് ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അക്കൗണ്ട് ഇൻഫർമേഷൻ, പേര്, പാസ്വേഡ്, ക്രിയേറ്റ് എ ന്യൂ ചാനൽ, വ്യൂ അഡീഷണൽ ഫീച്ചേഴ്സ്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ക്രിയേറ്റ് എ ചാനൽ എന്നുള്ള ഭാഗം നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നോക്കുക, യൂസ് യൂട്യൂബ് ആസ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡിഫൾട്ടായി അഷ്കർ ഉളിക്കൽ എന്നുള്ള പേര് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് പേര് മാറ്റണം എന്നുണ്ടെങ്കിൽ പേര് മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കഴിഞ്ഞാൽ ഓക്കെ കൊടുക്കുക. ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നോക്കുക, നിങ്ങൾക്ക് ഇവിടെ ഒരു യൂട്യൂബ് ചാനൽ അഷ്കർ ഉളിക്കൽ എന്നുള്ള പേരിൽ യൂട്യൂബ് ചാനൽ ഒന്ന് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു മനോഹരമായ ഒരു ചിത്രം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്നും ഡ്രോപ്പ് ചെയ്തിടുകയോ, ഇവിടെ നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്തിടാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. ഡ്രാഗ് ചെയ്തിടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ തന്നെ ഡ്രോപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കഴിഞ്ഞാൽ ഇനി നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യുന്നതിനായി ഇവിടെ അപ്ലോഡ് എന്ന ഓപ്ഷൻ നിങ്ങൾ കാണുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടുള്ള അപ്ലോഡ് എന്ന ഓപ്ഷനാണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. നമുക്ക് അപ്ലോഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നോക്കൂ, ഇപ്പോൾ സെലക്ട് ഫയൽസ് ടു അപ്ലോഡ് എന്ന് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ ഡ്രാഗ് ചെയ്തിടാനാണെങ്കിൽ ഡ്രാഗ് ചെയ്ത് ഇവിടെ ഡ്രോപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. ഒപ്പം തന്നെ പ്രൈവസി സെറ്റിംഗ്സിൽ പബ്ലിക്, അൺലിസ്റ്റഡ്, പ്രൈവറ്റ് എന്നും കാണിക്കുന്നുണ്ട്. നമുക്ക് പബ്ലിക്കായിട്ടുള്ള അപ്ലോഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പബ്ലിക് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ ഒരു വീഡിയോകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്നു. ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നോക്കാം, നിങ്ങൾക്ക് ഇവിടെയായി അപ്ലോഡിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്ലോഡിംഗ് നടക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നോക്കാം, നമുക്ക് ഇതിനിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കാം.
വേറെ എന്തെങ്കിലും എഴുതി കൊടുക്കാനുണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കാനും, പേര് മാറ്റണമെന്നുണ്ടെങ്കിൽ പേര്, ഇപ്പോൾ അഷ്കർ 7 എന്ന പേരിലുള്ള വീഡിയോ, അതായത് ആ വീഡിയോയുടെ ഒറിജിനൽ പേര് തന്നെയാണ് ഇപ്പോൾ ഇവിടെ വരിക. നിങ്ങൾക്കത് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാവുന്നതാണ്. കഴിഞ്ഞാൽ പബ്ലിഷ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നോക്കുക, നിങ്ങൾക്ക് യുവർ വീഡിയോ ഹാസ് ബീൻ പബ്ലിഷ്ഡ് അറ്റ് എന്ന് കാണിച്ചിട്ട് അതിന് തൊട്ട് ഇപ്പുറത്തായിട്ട് ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോ, ഇപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ യൂട്യൂബ് ലിങ്കാണ് ഈ കാണിക്കുന്ന സംഭവം. അതായത് നിങ്ങൾക്ക് മറ്റൊരാൾക്ക് ഈ വീഡിയോ കൈമാറണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരാൾ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബ് ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ആ യൂട്യൂബ് ലിങ്ക് ക്ലിക്ക് ചെയ്ത സമയത്ത് നോക്കുക, ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഏത് വീഡിയോയും അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തതായി പിന്നെയുള്ള ഓപ്ഷനുകൾ എന്നുള്ളത് യൂട്യൂബിൽ നിന്നും പണം സമ്പാദിക്കുക എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. ഇന്ന് അത് പറയാൻ നിന്നാൽ ഒരുപാട് സമയം പോകും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് പറയാൻ നിൽക്കുന്നില്ല. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്ത വീഡിയോ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാനിപ്പോൾ എന്തായാലും ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. ഇങ്ങനെ ഓരോ വീഡിയോകളും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് മറ്റൊരാൾക്ക് നിങ്ങളുടെ ലിങ്ക് കൈമാറാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ മൈ ചാനൽ എന്നുള്ള ഈ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഇപ്പോൾ ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലും എഡിറ്റ് ചെയ്യാൻ വളരെ ഈസിയായി നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിച്ചു കൊടുക്കുക. കാരണം എല്ലാവർക്കും ഉപകരിക്കപ്പെടുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും ഇതെന്ന് പ്രതീക്ഷിക്കുന്നു. അറിയുന്ന ആളുകൾ ഒരുപാടുണ്ടാവുമായിരിക്കാം, എങ്കിലും അറിയാത്ത ആളുകളായിരിക്കും അതിൽ കൂടുതൽ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പൊതുവെ യൂട്യൂബ് യൂസ് ചെയ്യാറുണ്ടെങ്കിലും വീഡിയോ കാണുക, ഇറങ്ങിപ്പോരുക എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ സ്വീകരിക്കാറ്. സോ വീഡിയോ അപ്ലോഡ് യൂട്യൂബിൽ ചെയ്യുന്നവർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിച്ചു കൊടുക്കുക. നിർത്തുന്നു. നന്ദി മൈ ഫ്രണ്ട്സ്.